സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നൽകുന്ന ഒരു വിഷയം ഇത് വളരെ പ്രധാനമാണ്. എല്ലാവരും കാണാനും അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. മൂത്രത്തിൽ കടച്ചിൽ, മൂത്രച്ചൂട്, മൂത്രത്തിൽ പത, ഇതെന്താണ് കാരണം എന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളം കുടിയുടെ അഭാവമാണ് പലപ്പോഴും മൂത്രക്കടച്ചിൽ രൂപപ്പെടുന്നത്. മൂത്രക്കടച്ചിൽ അമിതമായി കഴിഞ്ഞാൽ അത് വൃക്ക രോഗത്തിലേക്ക് പോകും. അമിതമായ മൂത്രക്കടച്ചിൽ എങ്ങനെ കണ്ടെത്താം? നമുക്ക് ഇടക്കിടക്ക് മൂത്രം ഒഴിക്കണം തോന്നുക, ഇടക്കിടക്ക് ബാത്റൂമിൽ പോവുക, അല്പം ഒഴിക്കുക, തിരിച്ചു വരിക, വീണ്ടും ഒഴിക്കണം തോന്നുക, ആ ഒരു അവസ്ഥാവിശേഷമാണ് മൂത്രക്കടച്ചിൽ. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക വളരെ അത്യന്താപേക്ഷിതമാണ്. ധാരാളം എന്ന് സൂചിപ്പിക്കുമ്പോൾ 25 കിലോയ്ക്ക് 1 ലിറ്റർ വീതമാണ് നാം വെള്ളം കുടിക്കേണ്ടത്. അത് പ്രധാനമായിട്ടും നാം മനസ്സിലാക്കി വയ്ക്കുക. മറ്റൊന്ന്, മൂത്രത്തിൽ നന്നായി പതയുണ്ടാവുക. എത്ര ഫ്ലഷ് ചെയ്താലും ആ പത പോകാതെ നിൽക്കുന്നു എങ്കിൽ കിഡ്നി കംപ്ലൈൻ്റ് ആകാൻ പോകുന്ന, വൃക്ക രോഗം വരാൻ പോകുന്നു എന്നതിൻ്റെ പ്രാരംഭ ലക്ഷണമാണ് എന്ന ഒരു നല്ല തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് അതിൻ്റെ പ്രതിവിധി തേടേണ്ടതാണ്. വെച്ച് വഷളാക്കരുത്. യൂറിനിൽ അമിതമായി പത പോകുകയും കൂടെ കൂടെ മൂത്രമൊഴിക്കാനുള്ള തോന്നലുണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് കിഡ്നി കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയാണ് എന്ന ചിന്ത നമ്മൾ മറന്നു പോകരുത്. അപ്പം അതിന് നമുക്ക് തടയിടാവുന്ന ഏറ്റവും ലളിതമായ ഒരു മാർഗമുണ്ട്. ലളിതമായ മാർഗം എന്ന് പറയുന്നത് ചെറുള എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയുണ്ട്. ആ ചെറുള ചോടെ പറിച്ച് ഉണങ്ങി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണങ്ങി അരിഞ്ഞ് അതും ഒരു 100 ഗ്രാം ചെറുളയും ഒരു 100 ഗ്രാം ഞെരിഞ്ഞിൽ ഉണങ്ങിയതായിരിക്കണം, പച്ചയല്ല, ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ച് അത് ഒരു ചില്ല് ബോട്ടിൽ സൂക്ഷിക്കുക. ഒരു 2 സ്പൂൺ പൊടി ഇട്ടിട്ട്, ഒരു സ്പൂൺ, ചെറിയ സ്പൂൺ ആണെങ്കിൽ 2 സ്പൂൺ, വലുതാണെങ്കിൽ 1 സ്പൂൺ മതി, ഇട്ടിട്ട് ഒരു 2-3 ലിറ്റർ വെള്ളം തിളപ്പിച്ച് കുടിവെള്ളമാക്കി മാറ്റുക. അപ്പോൾ ഈ മൂത്രത്തിൽ ഈ പത പോകാതിരിക്കാനും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനും വളരെ അധികം സഹായിക്കുക തന്നെ ചെയ്യും. അത് നാം ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വെള്ളം കുടിയുടെ അഭാവമാണ് മൂത്രക്കടച്ചിലുണ്ടാക്കുക, മൂത്രമൊഴിക്കുന്നിടത്ത് ചൊറിച്ചിലുണ്ടാക്കുക, ബാക്ടീരിയ പ്രസൻ്റ് ആവുക ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ചൊറിച്ചിലും ബാക്ടീരിയ പ്രസൻറ്റും ഉണ്ട് എന്ന് കണ്ടാൽ വരാചൂർണത്തിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് താന്നിക്ക, നെല്ലിക്ക, കടുക്കയാണ്. അത് നമ്മൾ ശുദ്ധീകരിച്ചുണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് വരാചൂർണം അഥവാ ത്രിഫല ചൂർണം എന്ന് പറഞ്ഞ് ആയുർവേദ ഷോപ്പിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചിട്ട് 1 സ്പൂൺ പൊടി 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇളം ചൂടിൽ കഴുകുകയും ചെയ്താൽ ആ ബാക്ടീരിയയുടെ പ്രസൻറ്റും ചൊറിച്ചിലും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. മൂത്രക്കടച്ചിലിനെയും കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി മൂത്രക്കടച്ചിൽ വരാനും ഈ കിഡ്നി കംപ്ലൈൻ്റ് ആകാനുമുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് കണ്ടെത്തുന്നത് നല്ലതാണ്. ഒന്ന്, മാംസ്യാഹാരങ്ങളുടെ അമിത ഉപയോഗമാണ്. 2, വെള്ളം കുടിയുടെ കുറവാണ്. 3, കളർ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൊക്കോകോള അങ്ങനെ പോലത്തെ സാധനങ്ങൾ, കളർ വാട്ടറുകൾ നമ്മൾ ദാഹശമനിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അത് വളരെ ദോഷകരമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഷെൽ ഫിഷുകളുടെ അമിത ഉപയോഗം. ഷെൽ ഫിഷുകൾ എന്ന് പറയുന്ന ചെമ്മീൻ, കടുക്ക, കൂന്തൽ, അതെല്ലാം അമിതമായി നമ്മൾ ഉപയോഗിക്കുന്നത്, വറുത്ത് പൊരിച്ച് കഴിക്കുന്നത് ഒക്കെ വൃക്ക രോഗത്തിലേക്ക് നയിക്കുന്നു. പഴകിയ എണ്ണയിൽ വീണ്ടും വീണ്ടും വറുത്ത് പൊരിച്ചെടുക്കുന്നത് അമിതമായ ദോഷമുണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പഴകിയ എണ്ണകളിൽ വറുത്ത് പൊരിച്ച്, ഇപ്പോൾ ഒരു കല്യാണം കഴിയുമ്പോൾ കുറേ എണ്ണകൾ ബാക്കി ഉണ്ടാവും, അത് കന്നാസിലാക്കി വെക്കും, അത് വീണ്ടും കുറേ നാളുകൂടെ വീടുകളിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ അയൽവക്കത്തെ വീടുകൾക്ക് കൊടുക്കും. തെറ്റാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കൂടുതലായുള്ള രുചിക്കൂട്ടുകൾ
നമുക്ക് നല്ല രുചികരമായ ഭക്ഷണത്തോടായിരിക്കും എപ്പോഴും നമ്മളുടെ താല്പര്യം. അതിന് പറ്റുന്ന ടേസ്റ്റി പൗഡറുകൾ മാർക്കറ്റുകളിൽ സുലഭമാണ്. അപ്പോൾ അതുപോലുള്ള ടേസ്റ്റി പൗഡറുകളുടെ അമിതമായ ഉപയോഗങ്ങളും നമുക്ക് വൃക്കരോഗത്തെ ബാധിക്കുന്നു, വൃക്കയെ തകരാറിലാക്കുന്നു. അമിത മസാലക്കൂട്ടുകൾ, മസാലകളുടെ നല്ല കളേഴ്സും ഒക്കെ ചേർത്ത്, കളറൊക്കെ ചേർത്ത് കൂടിയ മസാല ഇട്ടുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോട് നമുക്ക് ആസക്തി ഉണ്ടാവുന്നു. അത് നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ദിവസങ്ങളോളം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും വേവിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് വേവിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ വൃക്കയെ കളയുന്നു, ദോഷകരമാണ്. വൃക്ക മാത്രമല്ല, അത് കരളിനെയും തകരാറിലാക്കുന്നു. ഈ കളർ വാട്ടേഴ്സും കളർ ചേർത്തുള്ള ദാഹശമനികളും ഈ രുചിക്കൂട്ടുകളും മസാലക്കൂട്ടുകളും ഈ വീണ്ടും വറുത്തു പൊരിക്കുന്ന എണ്ണയും ഒക്കെ കരളിനെയും കൂടിയാണ് കളയുന്നത്. കരളിനെയും കിഡ്നിയെയും കളയാനായിട്ട് സഹായിക്കുന്നു എന്ന ഒരു നല്ല ചിന്ത നമ്മളിൽ നിന്ന് മറന്നു പോകരുത്. മറ്റൊന്ന്, വേദനാസംഹാരിക ഗുളികകൾ. സാധാരണ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഡോക്ടറെ കാണിക്കും. ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ എഴുതിത്തരുന്ന ഗുളിക ഫാർമസിയിൽ പറഞ്ഞു മേടിക്കും, അല്ലെ ചീട്ട് കാണിച്ച് മേടിച്ച് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പല്ലുവേദനയോ തലവേദനയോ വരുമ്പോൾ അമിത വേദനാസംഹാരിയായിട്ടുള്ള ഗുളിക നമ്മൾ മേടിച്ച് കഴിക്കുന്നത് വഴിയും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് വേദനാസംഹാരി ഒഴിവാക്കണം. കൂടാതെ ചില ആയുർവേദ ഒറ്റമൂലികളുടെ ഉപയോഗങ്ങൾ, അതും ചിലപ്പോൾ നമുക്ക് നമ്മളുടെ വൃക്കയെ കളയാനായിട്ട് സഹായിക്കുന്ന മരുന്നുകളാണ് എന്ന് നാം മറക്കരുത്. ഫാസ്റ്റ് ഫുഡുകളുടെ അമിത ഉപയോഗം, അതും നമുക്ക് ദോഷകരമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വ്യായാമമില്ലായ്മ, ആ വ്യായാമമില്ലായ്മയും നമുക്ക് വളരെ ദോഷകരമായ അവസ്ഥാവിശേഷങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തെ നയിക്കുന്നു. അപ്പം നമ്മളുടെ ശരീരത്തെ ആരോഗ്യകരമായി കൊണ്ടുപോകാൻ, ഈ കരളിനെയും വൃക്കയും ഒന്നും കളയാതെ സൂക്ഷിക്കാൻ നാം നിരന്തരം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. ഇന്ന് കേരളത്തിൽ അമിത വൃക്ക രോഗികൾ, അമിത കരൾ രോഗികൾ, അമിത തൈറോയ്ഡ് രോഗികൾ, അമിത ക്യാൻസർ രോഗികൾ കൂടുതൽ ആയി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അതുകൊണ്ട് നാം ഒരു തിരിച്ചറിവ് നമുക്ക് നല്ലതാണ്. ആ തിരിച്ചറിവിലൂടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ, ചില ചിന്തകൾ, ഇതുപോലെയുള്ള നല്ല അറിവുകൾ നിങ്ങൾ സ്വായത്തമാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി വൃക്കരോഗികൾ ഇല്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് ഇനി മുതൽ ഞാൻ ഈ തന്ന നല്ല ചിന്തകൾ, ആ നല്ല അറിവുകൾ നിങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് നമ്മുടെ ഒരു ആരോഗ്യകരമായ ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത്രയധികം രോഗികൾ ഇന്ന് വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ഈ അറിവ് നിങ്ങൾ സ്വായത്തമാക്കണം, അത് ജീവിതത്തിൽ ശീലിക്കണം. നന്ദി, നമസ്കാരം.